വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് മോൾ ഇൻ ചെന്നൈ, എക്സ്പ്രസ് അവന്യൂ. അവിടുത്തെ 15th ആനിവേഴ്സറി ആണ് ഈ നടക്കാൻ പോകുന്നത്. അതിനുള്ള ഡെക്കറേഷനൊക്കെയാണ് ഈ കാണുന്നതെല്ലാം. വെറുതെ ഞാൻ അങ്ങോട്ടൊന്ന് കയറിയതാണ്. നന്ദൂസ് എസ്പ്ലനാഡോ അത് ഇവിടെയും തുടങ്ങിയതായിട്ട് ഞാൻ അറിഞ്ഞു. ഒരു ദിവസം പോയിട്ട് ട്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, അതിന് മുമ്പ് വെൽക്കം ടു മൈ ചാനൽ ട്രാവൽ ആൻഡ് ടെക്സ്റ്റൈൽസ് ബൈ മൃദു. സെൽഫ് കെയർ, സെൽഫ് ലവ്. നമുക്കായിട്ടൊരു ദിവസം നമ്മൾ ചിലവാക്കണ്ടേ? എപ്പോഴും നമ്മൾ ഓടിക്കൊണ്ടിരുന്നാൽ ഓടിക്കൊണ്ടേയിരിക്കും. ഒരു റിലാക്സേഷൻ, നമുക്ക് വേണ്ടി കുറച്ച് ടൈം പാമ്പർ ചെയ്യാൻ വേണ്ടിയിട്ടും സെൽഫ് കെയറിന് വേണ്ടിയിട്ടും സെൽഫ് ലവിന് വേണ്ടിയിട്ടും ഇടയ്ക്ക് ഇതുപോലെ നല്ലൊരു ആംബിയൻസിൽ ജസ്റ്റ് ഒരു കോഫി, തനിയെ കുറച്ച് നേരം ഇരുന്ന് പലതും ആലോചിച്ചും ബുക്സ് വായിച്ചിട്ടും മൊബൈലിൽ നമ്മൾ ചിറ്റ് ചാറ്റ് ചെയ്തിട്ട് ഫ്രണ്ട്സായിട്ട് ആരെയും കൂട്ടിക്കൊണ്ടുപോകരുത് കേട്ടോ. തനിയെ വേണം പോയി എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ വന്നൊരു സ്ഥലമാണ് വൈൽഡ് കഫേ. അമിത്തിസ്റ്റിലുള്ള ഈ വൈൽഡ് കഫേയിൽ അടിപൊളി ആംബിയൻസ് ആയിരുന്നു. നല്ല ഫുഡുമാണ് അവിടെ കിട്ടുക. എനിക്ക് ഫുഡൊന്നും വേണ്ട, എനിക്ക് ജസ്റ്റ് ഒരു കോഫി ഉണ്ടെങ്കിൽ എനിക്കൊരു ദിവസം പട്ടിണിയാണെങ്കിൽ ഒരു കോഫി കിട്ടിയാൽ മതി. ഐ ആം സോ ഹാപ്പി. ദാറ്റ് വിൽ മേക്ക് മൈ ഡേ ബിഗ് ഡേ. അപ്പോൾ ഇതാണ് വൈൽഡ് കഫേ, അമിത്തിസ്റ്റിലുള്ള വൈൽഡ് കഫേ റെസ്റ്റോറൻറ്റ്. ഇവിടുത്തെ മെനു ആണ് കേട്ടോ ഇത്. കുറച്ച് എക്സ്പെൻസീവ് ആണെങ്കിലും നല്ല അടിപൊളി ആംബിയൻസും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, നല്ല സൂത്തിങ് മ്യൂസിക്കൊക്കെ ആയിട്ട് നമുക്ക് അവിടെ നിന്ന് എത്ര നേരം വേണമെങ്കിലും സ്പെൻഡ് ചെയ്യാം. വർക്ക് ചെയ്യേണ്ടവർക്ക് വർക്ക് ചെയ്യാം, ലാപ്ടോപ്പ് എല്ലാം കൊണ്ടുവന്നിട്ട് ബുക്സ് വായിക്കാം, കുറച്ച് ചിറ്റ് ചാറ്റ് ചെയ്യാം. അങ്ങനെ നന്നായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ ഒരു വൈൽഡ് കഫേ. ഇവിടുത്തെ മെനു കണ്ടോ? ഇവിടെ ലിക്കറുണ്ട്, ടക്കീലയുണ്ട്, വോഡ്ക്കയുണ്ട്, എന്ത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം. പക്ഷേ ഞാനിതൊന്നും അല്ലല്ലോ. എൻ്റെ ആവശ്യം എൻ്റെ പതിവ് പോലത്തെ കോഫി, ലാറ്റെ. ഞാൻ ലാറ്റയാണ് ഓർഡർ ചെയ്തത്. ലാറ്റയുടെ ₹265. അപ്പോൾ ഇതാണ് ലാറ്റെ. അവിടുത്തെ ആംബിയൻസ് നല്ല ഭംഗിയുള്ളൊരു ആംബിയൻസ് ആണ് കേട്ടോ. കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ മൂഡൊക്കെ ഒന്ന് ചേഞ്ചായി നല്ല റിലാക്സേഷൻ ഫീലിംഗ് ആണ് അവിടെ. ഈ ലാറ്റയിൽ ബ്രൗൺ ഷുഗർ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് സിങ്ക് ചെയ്ത് പോണത് കണ്ടോ? ഇത് ആസ്വദിക്കാൻ തന്നെ എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരുപാട് നോർത്ത് ഇന്ത്യൻസും കൊറിയൻസും അവിടെ വന്ന് കുറേ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഞാൻ കണ്ടു. തൊട്ടടുത്തൊരു എക്സിബിഷൻ ഹാൾ ഉണ്ട് കേട്ടോ. എക്സ്പെൻസീവ് ആണെങ്കിലും ഗോഹാട്ടി, ഗോളിയാർ, അങ്ങനെ നോർത്തിൽ നിന്ന് വരുന്ന ഒരുപാട് ചിക്കൻ കറി വർക്ക്സ്, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസും കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടായാലും കിട്ടുന്നുണ്ട്. അപ്പോൾ എൻ്റെ കോഫിയെല്ലാം ഞാൻ കുടിച്ച് കഴിഞ്ഞ് ഞാൻ തിരിച്ച് റിട്ടേൺ നടക്കുകയാണ്. അതാണ് ഈ കാണുന്ന ആംബിയൻസ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഗാർഡൻ, ഏതോ ഒരു ഫോറസ്റ്റ്, നമ്മൾ ഏതൊരു റിസോർട്ടിൽ പോയാൽ അതേ ഫീലാണ് ഇതുവഴി നടക്കുമ്പോൾ. ചെന്നൈയാണെന്ന് തോന്നും കൂടിയില്ല. ആ ഒരു വെയിലോ അല്ലെങ്കിൽ ആ ചൂടോ അതൊന്നും ഫീൽ ചെയ്യാത്ത നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലം. കൊള്ളാമല്ലേ? അടിപൊളി. ഇങ്ങനെയും സ്ഥലങ്ങൾ ചെന്നൈയിൽ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് കേട്ടോ. ഇതൊക്കെല്ലാം എത്ര നാൾ മുമ്പേ നട്ടുപിടിപ്പിച്ചത് അന്ന് ആലോചിച്ച് നോക്കൂ. അപ്പോൾ സെൽഫ് കെയർ മറക്കല്ലേ. ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.